കെനിയയിൽ ബസ് അപകടത്തിൽ 6 ഇന്ത്യക്കാർ മരിച്ചു എന്ന വിവരമാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുവന്നത്. മലയാളികൾ ഉൾപ്പെടെ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വടക്ക് കിഴക്കൻ കെനിയയിലെ നാൻഡുർവ പ്രവിശ്യയിലാണ് ഈ സംഭവം. ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്ര പോയവരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി ബ്ലസ്സൺ ചെറുവക്കിൽ നൈജിൽ നിന്ന് ചേരുന്നു. ബ്ലസ്സൺ, അപകട വാർത്തയാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അതിൽ മലയാളികൾ ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്ത് സംഭവിച്ചു അവിടെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബ്ലസ്സൺ? ബ്ലസ്സിലേക്ക് അല്പസമയത്തിനകം എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ അപകടത്തിൻ്റെ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ബസ്സാണ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എന്നൊക്കെയുള്ള പ്രാഥമിക വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. വിനോദയാത്രയ്ക്ക് പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ ആണ് 6 ഇന്ത്യക്കാർ മരിച്ചത്. അതിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ തിരുവനന്തപുരം, കൊച്ചി സ്വദേശികളാണെന്നൊക്കെയുള്ള പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഖത്തറിൽ നിന്ന് പോയവരാണ് എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഖത്തറിൽ നിന്നും കെനിയയിലേക്കാണ് ഈ യാത്ര പോയത്. ബ്ലസ്സൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ബ്ലസ്സൻ, എന്താണ് അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ഉണ്ടായിരുന്ന കെനിയയിലെ വടക്ക് കിഴക്കൻ പ്രവിശ്യയായ നാൻഡുവയിൽ നിന്ന് വെച്ചാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് വിനോദയാത്രയ്ക്കായി കടന്നു വന്ന 28ഓളം പേർ അടങ്ങുന്ന സംഘത്തിനാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ടൂറിസ്റ്റ് കേന്ദ്രമായ മസായ് മറയിൽ നിന്നും അവർ സന്ദർശനം കഴിഞ്ഞ് തിരികെ വരുന്ന വഴിയിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നു. ഈ അപകടത്തിൽ നിലവിൽ 6 പേരോളം മരണപ്പെട്ടതായിട്ട് ഔദ്യോഗികമായി സ്ഥിരീകരണം വരുന്നുണ്ട്. എന്നാൽ ഇവരുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉടനെ തന്നെ ഈ പേര് വിവരങ്ങൾ പുറത്തുവിടും എന്നാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മരിച്ചവരിൽ 3 മലയാളികൾ ഉണ്ടെന്നും ബാക്കിയുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമാണോ എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇവരുടെ തുടർ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്നും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ ടൂർ ഓപ്പറേറ്റർ ഖത്തറിൽ നിന്നും നെയ്റോബിയിലേക്ക് എത്തി ഇവിടെ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വേൾഡ് മലയാളി ഫെഡറേഷനും കേരള സമാജവും ഒക്കെ ഈ സംഭവ സ്ഥലത്ത് ഇപ്പോൾ ഉണ്ട്. വിവിധ ആശുപത്രികൾ ഇവർ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും പരിക്കേറ്റവരെ നെയ്റോബിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത് കൂടുതൽ ചികിത്സാ സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ചെയ്തു വരികയാണ്. ബ്ലസ്സൺ ചെറുവക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത്. ദൃശ്യങ്ങളിൽ, ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആ ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ചിത്രങ്ങൾ അത് സൂചിപ്പിക്കുന്നുമുണ്ട്. പൂർണ്ണമായും തകർന്നിരിക്കുന്നു ആ ബസ്. അപ്പോൾ ആരൊക്കെയാണ് ഈ അപകടത്തിൽ പെട്ടത്, ആരൊക്കെയാണ് സഞ്ചരിച്ചത്, അതിൽ മലയാളികൾ ആരൊക്കെയാണ്, അത്തരം പേരുവിവരങ്ങളൊന്നും ഇപ്പോഴും ലഭ്യമായിട്ടില്ല. കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം ഇതിന് വിശദാംശങ്ങൾ കൂടുതലായി ലഭ്യമാകുമെന്നാണ് ബ്ലസ്സൺ ചെറുവക്കൽ റിപ്പോർട്ട് ചെയ്തത്.